ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് പലയിടങ്ങളിലും ഏറ്റ കനത്ത പരാജയത്തിന് ശേഷം ബി.ജെ.പി. വീണ്ടും വലിയ തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങളും കൊലവിളി പ്രസംഗങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ ഡൽഹി സംഘം ബീഹാർ മേഖലയിലെ 2 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നുതള്ളണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബി.ജെ.പി. നേതാവ്. അതായത് 48 മണിക്കൂറിനുള്ളിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രവർത്തകർ ആ മേഖലയിലെ 2 ലക്ഷത്തോളം മുസ്ലിങ്ങളെ കൊന്നെടുക്കുമെന്നാണ് ബി.ജെ.പി. നേതാവ് കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. കർണയിൽ സിംഗ് എന്ന ബി.ജെ.പി. നേതാവാണ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ സമയം ഇത് പറയുന്നതാകട്ടെ അവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് ഇയാളിത് പറയുന്നതും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതുവരെയും പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. എന്തും ചെയ്യാൻ നിങ്ങൾക്ക് മുന്നിലുള്ളത് 48 മണിക്കൂറുകളാണെന്നാണ് ഈ നേതാവ് പറയുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞായറാഴ്ച ഡൽഹിയിലെ സംഘം വിഹാറിലെ ഒരു ക്ഷേത്ര പരിസരത്ത് പശുമാംസത്തിന്റെ വേസ്റ്റുകൾ കണ്ടെത്തി എന്നുള്ളതാണ് കാരണം. ഈ കാരണത്തിന്റെ പേരിൽ ഇത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ 48 മണിക്കൂറിനുള്ളിൽ ഇവിടുത്തെ ഇത് ചെയ്ത ആൾക്കാരെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 1.5-2 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്, അവരെ എല്ലാവരെയും കൊല്ലുമെന്നാണ് കർണൽ സിംഗ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ സംഘം ഡൽഹിയിലുള്ള തന്നെ സംഘവിഹാർ മേഖലയിലായിരുന്നു ബി.ജെ.പി. നേതാവിന്റെ ഈ കൂട്ടക്കൊല പ്രസംഗം നടക്കുന്ന കലാപാഹ്വാനം നടത്തുന്നതും. J2B കോളനിയിലെ കന്നുകാലിയുടെ അവശിഷ്ടം കണ്ടതിനെ തുടർന്നാണ് ജൂൺ 22-ന് ബി.ജെ.പി. നേതാവ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ന്യൂനപക്ഷ വിഭാഗം പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. പശുവിനെ ബലി നൽകിയെന്ന് ആരോപിച്ചാണ് ബി.ജെ.പി. നേതാവ് ഇത്ര വലിയൊരു കൊലവിളി പ്രസംഗം നടത്തുന്നത്. കൊലവിളി പ്രസംഗം എന്നും പറഞ്ഞാൽ പോരാ, കലാപാഹ്വാനം തന്നെയാണത്. കാരണം 2 ലക്ഷത്തോളം മുസ്ലിങ്ങളെ കൊന്നൊടുക്കാനാണ് ഇയാൾ ആഹ്വാനം ചെയ്യുന്നത്. ബീബൽ ചൗക്കിൽ പ്രതിഷേധത്തിന് ഹിന്ദുത്വ സംഘടന നേതാക്കൾ ആഹ്വാനം ചെയ്തെങ്കിലും പോലീസ് മാർച്ച് അനുമതി നിഷേധിക്കും, മാർച്ച് തടയുകയാണ് ഉണ്ടായത്. തെരുവ് നായ്ക്കൾ കടിച്ചു വലിച്ചു കൊണ്ടുവന്ന മൃഗാവശിഷ്ടങ്ങളാണ് ഇതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ഹിന്ദുത്വവാദികൾ നിഷേധിക്കുകയാണ്. ഇത് മനഃപൂർവ്വം മുസ്ലിങ്ങൾ കൊണ്ടിട്ടതാണെന്ന തരത്തിലേക്കാണ് ഇവർ വഴിതിരിച്ചു വിടുന്നത്. ഹിന്ദുത്വ മേഖലയിൽ, അതായത് ഹിന്ദുത്വ കൂടുതലുള്ള മേഖലയിൽ ഭീതിതമായി അവിടെ ഒരു വലിയ സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഏത് നിമിഷവും കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാഹചര്യമുള്ള അവസ്ഥയിലേക്ക് ഈ സാഹചര്യം മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ചതും അല്ലാത്തതുമായ ഏതാണ്ട് 12ഓളം കുടുംബങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു പോയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ച് രക്ഷപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതൊന്നും കൂടാതെ ബി.ജെ.പിയുടെ നേതാവ് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണെന്നും അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്നാണ്. ഇതെല്ലാം ഇവിടെ നടന്നിട്ടും പോലീസ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പോലീസിന്റെ മുന്നിലാണ് ഈ ബി.ജെ.പി. നേതാവ് കർണൽ സിംഗ് കൊലവിളി പ്രസംഗം നടത്തുക മാത്രമല്ല കലാപാഹ്വാനം ചെയ്യുന്നതും. കലാപാഹ്വാനം നോക്കി ഇതിന് എത്ര നിസ്സാരമായി എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാരണം 2 ലക്ഷത്തോളം മുസ്ലിങ്ങളെ 48 മണിക്കൂറിനുള്ളിൽ കൊന്നെടുക്കുമെന്നാണ് ഒരു നേതാവ് പറയുന്നത്. ഇത് പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവരെ വിളിച്ചിരുത്തി അവരുടെ മുന്നിലാണ് ഈ ഭീഷണി നടത്തുന്നത്. എന്നിട്ട് അവിടെ നടക്കുന്ന അവിടുത്തെ പ്രവർത്തകരോട്, അവിടെ ഈ തടിച്ചുകൂടിക്കുന്ന പ്രവർത്തകരോട് പറയാണ് 48 മണിക്കൂറാണ് അവർക്ക് സമയം, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ 1.5-2 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങളെ കൊന്നുകളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രാജ്യ തലസ്ഥാനത്താണ് നടക്കുന്നത്. ബി.ജെ.പി. വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടും NDA മുന്നണിയെ താങ്ങി അധികാരത്തിൽ കയറി അടുത്ത നിമിഷം നടക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. രാജ്യത്ത് പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കോ മുസ്ലിങ്ങൾക്കോ ജീവിക്കാനോ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാനോ അവരുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാനോ അവരുടെ സ്വൈരവിഹാരത്തിലേക്ക് പോലും അവരുടെ സ്വൈര ജീവിതത്തിലേക്ക് പോലും കടന്നു കയറിക്കൊണ്ടാണ് ഈ ഹിന്ദുത്വ ഭീകരർ ആക്രമണം അഴിച്ചുവിടുന്നത്. ഭക്ഷണത്തിന്റെ പേരിൽ ആക്രമിക്കുന്നു, വസ്ത്രങ്ങളുടെ പേരിൽ ആക്രമിക്കുന്നു, നിറങ്ങളുടെ പേരിൽ ആക്രമിക്കുന്നു, നിസ്കരിച്ചാൽ ആക്രമിക്കുന്നു, ബാങ്ക് വിളിച്ചാൽ ആക്രമിക്കുന്നു, പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും പ്രായമാർക്കൊക്കെ നേരെ പ്രായഭേദമന്യേ സംഘപരിവാരം അക്രമം അഴിച്ചുവിടുകയാണ്. ഇത് നടന്നിരിക്കുന്നത് തലസ്ഥാനത്ത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് പോലീസിനെ കൂടി പിടിച്ച് കസേരയിൽ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് പശുമാംസത്തിന്റെ വേസ്റ്റ് എറിഞ്ഞവരെ കണ്ടെത്തിയില്ലെങ്കിൽ 48 മണിക്കൂറാണ് നിങ്ങൾക്ക് സമയം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളെയും വകവരുത്തും, കൊന്നുകളയുമെന്ന് ഒരു ബി.ജെ.പി. നേതാവ് പറയുമ്പോൾ ഇതിനെതിരെ പരാതി കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് അദ്ദേഹം ബി.ജെ.പിയുടെ ഷോളൊക്കെ ഇട്ടിട്ടുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അദ്ദേഹം ബി.ജെ.പി. പ്രവർത്തകനല്ല, ബി.ജെ.പി. നേതാവുമല്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഒരാൾ കലാപാഹ്വാനം നടത്തുകയാണ്, ഒരാൾ കൊലവിളി പ്രസംഗം നടത്തുകയാണ്.
അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും കേസ് എടുക്കേണ്ട പോലീസ് പറയുന്നത് അതേ BJP കാരനല്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. ഇവിടെ BJPയുടെ ഷോളിട്ട് BJP പ്രവർത്തകരെല്ലാം അണിനിർത്തി BJPയുടെ നേതാവായ ഒരാളെ ചമഞ്ഞിരുന്ന് കസേരയിരുന്ന് പറയുന്നത് പോലീസുകാരാണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇവർ കൈ കെട്ടിയിരുന്ന് കേൾക്കുവാണ്, ആ ശരി സാർ എന്ന തരത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാജ്യത്ത് നടക്കുന്നത്. എന്നിട്ടും ഇവർ പറയുന്നത് നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യം സർവ്വസുരക്ഷിതരാണെന്നാണ്. ന്യൂനപക്ഷങ്ങൾ എന്തടിസ്ഥാനത്തിൽ സുരക്ഷിതരാണെന്ന് കൂടി ഇവർ പറയേണ്ടതാണ്. ഇതിൽ നടപടിയെടുക്കേണ്ട പോലീസോ പോലീസ് ഉദ്യോഗസ്ഥരോ നിയമപാലകരോ ആരും നടപടിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ തന്നെ കലാപത്തിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും. അവിടുത്തെ 12ഓളം കുടുംബങ്ങൾ പലായനം ചെയ്തിരിക്കുകയാണ്, അതും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല, ഇനി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ട, ഞങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളം നിറഞ്ഞു പോവാണ്. അങ്ങനെ പോകാൻ സാധിക്കുന്നവർ പോകുന്നുണ്ട്, പോകാൻ സാധിക്കാത്തവരെ നാളെ ഇവർ കൊന്നൊടുക്കേണ്ട സാഹചര്യമാണുള്ളത്, അല്ലെങ്കിൽ കൊന്നൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിന് നടപടിയെടുക്കേണ്ട പോലീസ് രണ്ട് കൈയും കെട്ടി അവർക്ക് മുന്നിൽ കുനിഞ്ഞിരുന്ന് കൊടുക്കുന്ന സാഹചര്യമാണുള്ളത്.